ഡിയർ സ്റ്റുഡൻസ്, 2021 കേരള സ്റ്റേറ്റ് ബോർഡ് ഫിസിക്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. 1 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്തിരുന്നു. 26-ാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങി 45-ാമത്തെ ക്വസ്റ്റ്യൻസ് വരെ ഈ വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 26. Write any one difference between polar and non-polar molecule. Give an example of each for polar and non-polar molecule. So we can just analyze the specialities for polar molecules. So here നമ്മളൊരു പോളാർ മോളിക്യൂൾ എടുക്കുമ്പോൾ ആ മോളിക്യൂളിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിന് ഒരു അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദെയർ. ദാറ്റ് മീൻസ് ഇൻ സച്ച് മോളിക്യൂൾസ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡു നോട്ട് കോയിൻസൈഡ്. സോ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ്, ദേ ഹാവ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സാധാരണ നമുക്ക് പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് വാട്ടർ മോളിക്യൂൾസ്, അമോണിയ, ഹൈഡ്രജൻ ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് എക്സെട്ര നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മളുടെ നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ആ മോളിക്യൂളിലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ഒരു സിമെട്രിക്കൽ കൺസെപ്റ്റ് ഈസ് ദെയർ. ദാറ്റ് മീൻസ് ദാറ്റ് പോസിറ്റീവ് ആൻഡ് ദ നെഗറ്റീവ് ചാർജസിൻ്റെ സെൻറ്റേഴ്സ് കോയിൻസൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കമ്പയർഡ് ടു the polar molecules. So അതുകൊണ്ട് തന്നെ there is no dipole moment for that such molecules. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് we can quote hydrogen molecule, nitrogen, oxygen, CH4, carbon tetrachloride, etc. These are the examples for non-polar molecules. See the question number 27. The first question, define that angle of dip. Angle of dip എന്ന് പറയുന്നത് the angle made by the Earth's magnetic field with the horizontal. That means ഇപ്പോൾ നമ്മളൊരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു കോമ്പസ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ അത് ഹൊറിസോണ്ടലുമായിട്ട്, അപ്പോൾ അത് നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ എർത്ത് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അത് ഹൊറിസോണ്ടലിൽ നിന്ന് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ എന്ന് പറയാം. സോ ദറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്, at a particular place, the horizontal and the vertical component of earth field are found to be equal. Then what is the value of dip at that place? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മാഗ്നറ്റിക് ഫീൽഡിനെ we can split into two components. അതിൽ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. that is b cos delta, and this component, that is the vertical component, we can write it to be as b sin delta. So ആ പർട്ടിക്കുലർ പ്ലേസിൽ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ബി എച്ച് ഇസ് ഈക്വൽ ടു ബി വി. ദാറ്റ് മീൻസ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ബി കോസ് ഡെൽറ്റ എന്ന് പറയുന്നത് ബി സൈൻ ഡെൽറ്റയ്ക്ക് തുല്യമാകുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ സൈൻ ഡെൽറ്റ ബൈ കോസ് ഡെൽറ്റയുടെ വാല്യൂ ബിക്കം 1. ദാറ്റ് ഈസ് ടാൻ ഓഫ് ദ വാല്യൂ 1 ആയി മാറുകയാണ്. സോ ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1,
That means we can say it is a 45 degree. So that is the answer for the B section. So നമുക്ക് question number 28ലേക്ക് കടക്കാം. So the first part is, which are the resistors are connected in parallel? സാധാരണ പാരലൽ കോമ്പിനേഷൻ ആയിട്ട് പറയുമ്പോൾ വി ഹാവ് ടു സേ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അക്രോസ് ദം കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ഡിവൈഡഡ് ആയിട്ട് മാറുന്ന റെസിസ്റ്റേഴ്സാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ കറണ്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്, വി ക്യാൻ സേ ദാറ്റ് 6 ohm and 3 ohm are the resistors which are connected in parallel. And the second one, B part പറയുന്നത് calculate the current drawn from the cell. അപ്പോൾ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ആദ്യമേ നമുക്കറിയാം 6 and 3 are in parallel. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അവയുടെ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ R1 R2 പ്ലസ് R1 പ്ലസ് R2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 3 by 6 plus 3 ആണ്. So 6 into 3 by 9. So we get the value as is equal to 2 ohm. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിനെ ഒന്നുകൂടെ ഒന്ന് റീഡ്രോൺ ചെയ്താൽ 8 ohm in connection, that is in series with 2 ohm, that is connected to our 24 volt EMF. So ഇതിനെ നമുക്ക് വീണ്ടും നമുക്ക് സിമ്പിളായിട്ട് റീസ്ട്രക്ചർ ചെയ്യാം. That 8 and 2 ohms, they are connected in series. So their effective value become 10 ohm. So that is connected to the cell of 24 volt. So our aim is to find what is the current flowing through it. So simple ആയിട്ട് നമുക്ക് കറണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ EMF division by that resistance. That EMF is nothing but equal to 24 volt division by that 10 ohm, that is equal to 2.4 volt. Sorry, ampere. So that is the answer for the question. So we get as 2.4 ampere. So we can move with the question number 29. Using Ampere's circuit law, show that the intensity of magnetic field at an axial point near the center of a current carrying solenoid is B is equal to mu 0 Ni. സോ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ് നമ്മുടെ ആംപിയേഴ്സ് സർക്യൂട്ട് ലോ. അപ്പോൾ സാധാരണ രൂപത്തിൽ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുത്താൽ അതിന് ചുറ്റുമുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലൂപ്പ് ഫോം ചെയ്താൽ നമുക്ക് അറിയാം ദ ലൈൻ ഇൻറ്റിഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് mu 0 times that current enclosed. So that is the very important concept. ഇതാണ് ആംപിയേഴ്സ് സർക്യൂട്ട് ലോ എന്ന് പറയാം. സി അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഒരു ഡൈപോളായിട്ട് സോളിനോയിഡ് അല്ലെങ്കിൽ കറണ്ട് ക്യാരിയിങ് കോയിൽ മാറുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് നോർത്ത് പോളായിട്ടും ക്ലോക്ക് വൈസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് സൗത്ത് പോളായിട്ട് മാറുന്നു എന്നുള്ള കൺസെപ്റ്റിൽ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ സോളിനോയിഡിൽ നമ്മുടെ കൺസെപ്റ്റ് എടുത്താൽ ഈ ഒരു എൻഡിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സോ ദാറ്റ് ദ ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻവേർഡ്, ദാറ്റ് ഈസ് ഡയറക്റ്റഡ് ഹിയർ. സോ ദ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സോളിനോയിഡ്, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഓരോ പോയിന്റിലും കറണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു എൻഡിൽ വരുമ്പോൾ അത് പുറത്തേക്ക് വരികയാണ്, ഇവിടെ വരുമ്പോൾ കറണ്ട് ഉള്ളിലോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള നമ്മുടെ വയേഴ്സാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിലെ സെൻറ്ററിലുള്ള അല്ലെങ്കിൽ ഇൻസൈഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു Amperian loop at first. So we have to draw an Amperian loop that is labeled here as PQRS. So we write that Amperian loop. പക്ഷേ ഈ ആംപീരിയൻ ലൂപ്പിൽ നമുക്ക് 4 സെക്ഷനുകളായിട്ട് അതിനെ മാറ്റാം, PQ, QR, RS and SP. So the PQ contribution, QR contribution, RS contribution and SP contribution.
അപ്പോൾ അവിടെ പി ക്യു കോൺട്രിബ്യൂഷൻ എടുക്കുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും പി ക്യു എന്ന് പറയുന്ന കണ്ടക്ടറും തമ്മിലുള്ള ആംഗിൾ 0 ആണെന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ അതേസമയം നമ്മുടെ ക്യു ആർ എടുക്കുമ്പോൾ അവിടെ അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ആർ എസ് എടുക്കുമ്പോൾ സോളിനോയിഡിന് ഈസ് ഔട്ട്സൈഡ് ആണ്. സോ ഔട്ട്സൈഡ് ദ സോളിനോയിഡ് അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായതുകൊണ്ട് വി ആർ ടേക്കൺ ആസ് 0. ആൻഡ് ദെൻ എസ് പി ആൻഡ് ഹിയർ ഓൾസോ ദാറ്റ് ലൈൻ ദാറ്റ് വയർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത് ലെങ്ത് മാക്സ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി വിത്ത് ദാറ്റ്. സോ വി ആർ റെപ്രസെൻറ്റിംഗ് ദേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആകെപ്പാടെയുള്ള കോൺട്രിബ്യൂഷൻ പി ക്യുവിൻ്റെ മാത്രമേ ഉള്ളൂ. സോ വി റൈറ്റ് ഇറ്റ് ആസ് ബി ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എൽ ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ. ബട്ട് വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഐ. അപ്പോൾ അവിടുത്തെ കറണ്ട് എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടോട്ടൽ കറണ്ട് അവിടെ നമുക്കറിയാം. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് n ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ടേൺ ഉണ്ട്? അപ്പോൾ സ്വാഭാവികപരമായിട്ടും എ ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് നമുക്ക് NA ആയിട്ട് നമുക്ക് എടുക്കാം. അത്രയും കറണ്ട് ഇൻറ്റു ഐ. അപ്പോൾ ഒരു ടേണിലൂടെ കടന്നു പോകുന്ന കറണ്ട് I ആണെങ്കിൽ നമുക്ക് n ടേൺസിലൂടെയും കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിലൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി μ0 NA I. അപ്പോൾ സ്വാഭാവികപരമായിട്ടും വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ബി ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി എൽ ദ ടോട്ടൽ ലെങ്ത് that is nothing but A. So BA equal to μ0 NA I, where A cancel and we get the equation as B is equal to μ0 NI. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ആണ്. കീപ്പ് ഇൻ മൈൻഡ്. Look the question number 30. With a circuit diagram, explain how a moving coil galvanometer can be converted to an ammeter. So നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം അമീറ്റർ എന്ന് പറയുന്നത് എ ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആൻഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് to a circuit. അപ്പോൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിനെ അമീറ്റർ ആക്കി മാറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അതൊരു ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആയാൽ മാത്രമേ ഒരു സർക്യൂട്ടിൽ നമുക്കതിനെ സീരീസോടെ കണക്ട് ചെയ്യാൻ പറ്റൂ. അത് ഹൈ റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസ് കൂടി ആ സർക്യൂട്ടിനുള്ളിൽ വന്നുപെടുന്നത് കാരണം അതിൻ്റെ മൊത്തത്തിലുള്ള അതിൻ്റെ കറണ്ട് ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നു എന്ന് നമുക്കറിയാം. സോ അതിന് വ്യത്യാസപ്പെടാത്ത തരത്തിൽ വളരെ ചെറിയ റെസിസ്റ്റൻസ് ആയിരിക്കണം. സോ ഇൻ ഓർഡർ ടു കൺവേർട്ട് എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഇൻടു an ammeter, a low resistance called shunt that is connected in parallel to the galvanometer. So a shunt resistance S is connected in parallel to the galvanometer. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യേണ്ട ഒരു ടോട്ടൽ കറണ്ട് I എന്നിരിക്കട്ടെ. സോ ദ ടോട്ടൽ കറണ്ട് ദാറ്റ് ഈസ് ഗിവൺ ടു മെഷർ ഈസ് I, and keep in mind out of that IG that is said to be the galvanometer current or the current required for full deflection. So the given current, അപ്പോൾ നമ്മൾ S എന്ന് പറയുന്ന ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. സോ ദ ഗിവൺ കറണ്ട് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു. ഗാൽവനോമീറ്ററിന് ഫേവറബിൾ ആകുന്ന IG കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്താൽ റെസ്റ്റ് കറണ്ട് I minus IG is flowing through the shunt resistance. But if you just consider the point AB, രണ്ട് ആമിൻ്റെയും പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ the potential across the galvanometer should equal to the potential across that is they are parallel. That means we can say the galvanometer current into the galvanometer resistance is equal to then the current flowing through the shunt, that is I minus IG, that much into S. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. സോ S is equal to
that Ig by I minus Ig, that much into G. So this much resistance is connected in parallel in order to convert that galvanometer into ammeter. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Number 31. Prove that an alternating voltage is applied to an inductor. The current through it lags behind the voltage by an angle of pi by 2. So, നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം, we are giving a AC signal as E is equal to input potential കൊടുക്കുകയാണ് E0 sin omega to the inductance. So, we know that E is equal to L into di by dt. So, E0 sin omega t, so that is the potential, that is equal to L into di by dt, and we get that change in current di is equal to E0 by L into sin omega t into dt. In order to get the total current, so we have to integrate E0 by L into sin omega t dt. So while integrating integral sin omega t dt, we get the value as minus cos omega t by omega. Then we get the equation as I is equal to E0 by omega L into minus cos omega t, and we can convert that minus cos omega t into I equal to I0 sin omega t minus pi by 2. So keep in mind the very important concept. If we look the phasor diagram, അപ്പോൾ നമ്മൾ I0 ആണെന്നുണ്ടെങ്കിൽ E0 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ യെസ് ഒമേഗ ടി മൈനസ് പൈ ബൈ 2. സോ പൈ ബൈ 2 എന്ന് പറയുന്ന 90 ഡിഗ്രിയിൽ അവ തമ്മിൽ ഫേസ് ആംഗിളിലാണെന്ന് ഓർക്കുക. ദാറ്റ് മീൻസ് ദ കറണ്ട് ലാക്സ് ബിഹൈൻഡ് ദ ഇ എം എഫ്. കാരണം നമുക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി ആണ്. അതിനെ ബേസ് ചെയ്ത് മൈനസ് പൈ ബൈ 2 ആണ്. ദാറ്റ് മീൻസ് കറണ്ട് ലാക്സ് ബിഹൈൻഡ് ദ ഇ എം എഫ് ബൈ പൈ ബൈ 2. സോ ദാറ്റ് ഈസ് ദ വേവ് ഡയഗ്രാം. So we can move to the question number 32. The current due to the time varying electric field is called, that is nothing but equal to Maxwell's prediction ആയിട്ട് വന്ന displacement current. So we know the equation for displacement current is equal to epsilon 0 d phi e by dt. Whenever there is a variation in electric field, then the displacement current is there. That means the displacement current will come into play only when there is a variation in electric field. So the second part, an electromagnetic wave travels in free space with a velocity of 3 into 10 to the power of 8 meter per second. At a particular point in space and time, the magnitude of intensity of field is 6.3 volt per meter. So the magnitude of the electric field that is given as is equal to electric field is given as 6.3 volt per meter. What is the magnitude of magnetic field? We can relate between them through the simple relation as E is equal to C times of B, the very important one. So B take the value as is equal to E by C. So that is equal to 6.3 division by 3 into 10 to the power of 8. So that is equal to as a 2.1 into 10 to the power of minus 8. So that much Tesla. So that is the answer for that magnetic field. So look the next one. Using Huygens wave theory, prove that the angle of incidence is equal to that angle of reflection. So we have to consider about the wave front is coming, that is said to be AB. So ആ എ ബി വേവ് ഫ്രണ്ട് വരുമ്പോൾ അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി സി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ സി ദ സെക്കൻഡറി വേവ്ലെറ്റ്സ് ഫ്രം ബി റീച്ചസ് ദിസ് പോയിന്റ് സി ഇൻ എ ടൈം ടി. therefore ഈ ബി സിയെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും ബി സി is equal to സി ഇൻറ്റു ടി. But at the same time, the secondary wavelets from point A will travel the same distance ct.
എന്ന് വെച്ചാൽ ഈ ബി സി ട്രാവൽ ചെയ്ത അതേ ഡിസ്റ്റൻസ് ടി സമയം കൊണ്ട് ട്രാവൽ ചെയ്തിരിക്കും. സോ ബൈ എ ആസ് ദ സെൻറ്റർ ഡ്രോ an arc D, that arc D of radius CT. Then AD, that is nothing but equal to again CT. Then draw the tangent plane that is labeled as CD here. So CD is the tangent plane connecting C and D. And keep in mind, CD is the secondary wavelength, secondary wavefront after time t. The reflected rays that are represented the light 1, 2, 3 rays, ആ റേസിനെ നമുക്ക് റിഫ്ലക്റ്റഡ് റേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു വേവ് ഫ്രണ്ട് ബിയിൽ നിന്ന് സിയിലെത്തുന്ന സമയം അല്ലെങ്കിൽ എയിൽ നിന്ന് ഡിയിലെത്തുന്ന സമയം കൊണ്ട് തന്നെ ഇയിൽ നിന്നുള്ള ഒരു വേവ് ഫ്രണ്ട് എഫിലെത്തി എഫിൽ നിന്ന് ജി വരെ എത്തുന്ന സമയം കൊണ്ട്, എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് സിയിലെത്തുന്ന അതേ സമയം കൊണ്ട് ഇ എഫ് ദെൻ എഫിൽ നിന്ന് ജി വരെ എത്തി എന്നുള്ള കാര്യം ഓർക്കുക. സി നമുക്കിവിടെ ഉറപ്പിച്ച് പറയാം, എ ബി ദാറ്റ് ഈസ് ദ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് സി ഡി ദാറ്റ് ഈസ് ദ, വി ക്യാൻ ഈസിലി സേ ദ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. നമ്മുടെ ഈ ഫിഗർ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ബി എ സി. സോ ദാറ്റ് ആംഗിൾ ബി എ സി ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതേപോലെ തന്നെ ഇഫ് യു ജസ്റ്റ് കൺസിഡർ ആംഗിൾ ഡി സി എ, ആംഗിൾ ഡി സി എ ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ദാ ഈ ഒരു ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചേ. ദിസ് ഈസ് എ ബി, സേ ദിസ് ഈസ് എ ബി, ദെൻ ദിസ് ഈസ് സി. അതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. So this is a D, CD. The CD is the reflected wavefront and AB is the incident wavefront. അതിൽ നമുക്കൊരു കാര്യം ഓർക്കാം, എ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ദ റിഫ്ലക്റ്റഡ് ആൻഡ് ദാറ്റ് ഇൻസിഡൻറ്റ് വൺ. അപ്പം അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം ബി സി എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു അതേ കൺസെപ്റ്റ് തന്നെ ആയിരിക്കും എ ഡിയും, കാരണം അതേ സമയം കൊണ്ടാണ് അത് ട്രാവൽ ചെയ്തത്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ സി ടി. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കോൺ ബി എന്ന് നിങ്ങൾ ശ്രദ്ധിക്കും, ഇത് 90 ഡിഗ്രിയാണ്. അത് തന്നെയാണ് നമ്മളുടെ ഡി എന്ന് പറയുന്ന ആംഗിളും എന്ന് പറയാം. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, കോൺ ബി എ സി ആൻഡ് കോൺ ഡി എ സി ആർ കോൺഗ്രുവൻറ്റ്. So that is a very important concept. അത് ബേസ് ചെയ്ത് ഉറപ്പിച്ച് നമുക്ക് പറയാം ബി എ സി ഈസ് ഈക്വൽ ടു ഡി സി എ. So that means I should equal to R. So we can prove that is they are equal. Write the Einstein's photoelectric equation. So we can write the kinetic energy half V maximum square equal to h nu minus h nu 0. So that is equal to h nu minus the work function. So the work function is the minimum amount of energy needed to knock out an electron from a photoelectric material. So here it is given, if the incident radiation is less than threshold frequency. So നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ പറ്റുന്നത് ആ കൈനറ്റിക് എനർജി മാക്സിമം റിലേഷൻ എന്ന് പറയുന്നത് h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണെങ്കിൽ
See, if nu is less than nu 0, we get that kinetic energy takes the value as a negative. So kinetic energy always positive ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം never become negative. So it is never possible. അപ്പോൾ വർക്ക് ഫംഗ്ഷനേക്കാൾ കുറഞ്ഞ എനർജി കൊടുത്തു എന്നാണ് അർത്ഥം. അപ്പോൾ മിനിമം എമൗണ്ട് ഓഫ് എനർജി അവിടെ കൊടുത്തിട്ടില്ല. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ നമ്മുടെ വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലായിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം എന്നർത്ഥം. ലുക്ക് നമ്പർ 35. Draw a figure of parallel combination of three capacitors of a capacitance C1, C2 and C3. So it is the drawn here. Derive an expression for the effective capacitance of the combination. And keep in mind, the potential difference across the three capacitors are constant for parallel network, but the charge is distributed depends upon the capacitance of individuals. അതുകൊണ്ട് തന്നെ the total charge flowing through the 3-1 we can write as Q1 plus Q2 plus Q3. ഓരോ ആമിലുള്ള ചാർജും നമുക്ക് ഈസിയോടെ കണ്ടുപിടിക്കാം. ദാറ്റ് Q1 ഈക്വൽ ടു C1 ഇൻറ്റു V1, C2 ഇൻറ്റു V, C3 ഇൻറ്റു V. അത് ടോട്ടലായിട്ടുള്ളത് അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ആണെങ്കിൽ, അപ്പോൾ ഇതിനെ നമുക്ക് ഒരു സിമ്പിളായിട്ട് ഒരു ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ആയിട്ടും നമ്മൾ കണക്ട് ചെയ്ത സെല്ല് V ആയിട്ടും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് Q ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് Q is equal to CV എന്ന് നമുക്ക് പറയാം. സോ ഓൺ ദിസ് റിലേഷൻ ഇഫ് യു പുട്ട് ദ ഇൻറ്റ്യൂട്ടബിൾ കൺസെപ്റ്റ് we can take that V as a constant and can cancel. So we get as a C is equal to C1 plus C2 plus a C3. So this is the formula for effective capacitance when they are connected in parallel. A circular coil of radius R, in my answer it is labeled as A, and it turns N, carries a current I. Show that the intensity of magnetic field at an axial point distant x from the center is B is equal to mu 0 Ni R square division by 2 into R square plus x square the whole raised to 3 by 2. So look, ഇപ്പോൾ നമ്മളൊരു സർക്കുലർ കോയിൽ കൺസിഡർ ചെയ്തു. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് എക്സ് അകലെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഈ ഒരു കറണ്ട് എലിമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബയോട്ട് സാവേർട്സ് ലോ പ്രകാരം സോ mu 0 by 4 pi into I dl sin theta. So sin theta. So keep in mind here theta is the angle between that R, this R and this ideal. അപ്പോൾ ഒരു ഇങ്ങനെ പെർപെൻഡിക്കുലർ പ്ലെയിനിലിരിക്കുന്ന ഒരു കോയിലായതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാം. ആൻഡ് ദെൻ അതിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്കറിയാം ഡി ബിയുടെ വെക്ടർ കൺസെപ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു mu 0 by 4 pi into I dl cross R that division by R cube എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡി എല്ലിനും ആറിനും പെർപെൻഡിക്കുലറായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് അതിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഡി ബി വരച്ചു. അതേപോലെ അതിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ കറണ്ട് എലിമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷനും അതേപടി പെർപെൻഡിക്കുലറായിട്ട് വരച്ചു. ദെൻ വി ക്യാൻ ജസ്റ്റ് സ്പ്ലിറ്റ് ദ കോൺട്രിബ്യൂഷൻ ഡി ബി ഇൻറ്റു 2 കമ്പോണൻറ്റ്സ്. ഒന്ന് വൈ ആക്സിസിലേക്ക് ഡി ബി കോസ് 5ഉം എക്സ് ആക്സിസിലേക്ക് ഡി ബി സൈൻ 5ഉം. അപ്പോൾ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ്റെ ഡി ബി കോസ് കോൺട്രിബ്യൂഷനും ആദ്യത്തിൻ്റെ കോസ് കോൺട്രിബ്യൂഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ദേ വിൽ ക്യാൻസൽ. സോ മറ്റേതൊരു പോയിന്റിൻ്റെ കൂടെ എടുത്താലും എല്ലാ സൈൻ കമ്പോണൻറ്റുകളും എലോങ് ദ ആക്സിസ് ഒരുമിച്ച് കൂടുകയാണ്. സോ അതിൻ്റെ കോൺട്രിബ്യൂഷൻ നെറ്റ് വാല്യൂ ആയിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയാം. സോ വി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഫോർ ഡി ബി. Then we have to take that value as mu 0, I is there, then 4 pi R square and sin phi. So we have to substitute for R square and sin phi.
എന്താണ് ആർ സ്ക്വയർ? നമുക്കറിയാം എ ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ട്രയാങ്കുലർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് ആർ. So we can find the value for r is equal to x square plus a square. So that is equal to a square plus x square the whole raised to 1 by 2. അപ്പോൾ ബിക്ക് നമുക്ക് കൺസിഡർ ചെയ്യുന്ന ആർ സ്ക്വയർ എടുക്കുമ്പോൾ ആ റൂട്ട് പോകുന്നു, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക. അടുത്തത് സൈൻ 5 ആണ്. ഇഫ് യു ജസ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 5, the sin 5 is equal to opposite side as a division by the hypotenuse as r, that is again a square plus x square the whole raised to 1 by 2. So അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. Then integral dl, the total length we have to find it. So ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേഡിയസ് a ആണെങ്കിൽ the total length become 2 pi into a. So this is the very important relation. So we get as mu 0 I, yes, 2 pi cancel as 2 a square plus a square the whole raised to 3 by 2. ഇത് ഒരു ടേണിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ if for n terms you just multiply that n with the relation. So this is the result for the magnetic field at a separation x from the axis. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ 37. The Lenz's law is in accordance with the law of conservation of energy. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. Then next one. A jet plane is traveling towards west at a speed of 1800 km/h. So that is equal to 1800. നമുക്കതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം by 5/18. So 18 cancel. So we get as 500 meter per second. What is the voltage difference developed between the ends of the wing having span? Its length is given as 25 meter. If the vertical component of the earth magnetic field at the location is, so BV, the vertical component is 2.9 into 10 to the power of minus 4 Tesla. So that is a very important concept that is called the motional EMF ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ബി വി എന്ന് പറയുന്ന വേർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് കട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് we can easily say as BL into V. The magnetic field there is 2.9 into 10 to the power of minus 4 into that length as 25 meter into that speed as 500. So that is equal to 3.625 volt. So that is the concept. So we get the answer for it, and we can move to the number 38. Look. Using a suitable ray diagram, derive the relation N2 by V minus N1 by U equal to N2 minus N1 by R for refraction at a spherical surface. അപ്പോൾ നമ്മളൊരു spherical convex surface assume ചെയ്തു. That is placed in a rarer medium of refractive index mu1, and that medium for the convex refracting surface is refractive index is mu2. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് കൺസിഡർ ചെയ്യേണ്ട ചില അസംഷൻസ് ഓർക്കുക. ഓബ്ജക്റ്റ് പോയിന്റ് ഓബ്ജക്റ്റ് ആയിരിക്കണം. ദ ഇൻസിഡൻറ്റ് ആൻഡ് ദ റിഫ്രാക്റ്റഡ് റേസ് മേക്കിംഗ് സ്മോൾ ആംഗിൾസ് വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ അങ്ങനെ വരും. അതോടൊപ്പം തന്നെ ദ അപ്പർച്ചർ ഓഫ് ദ അപ്പർച്ചർ അണ്ടർ കൺസിഡറേഷൻ ഈസ് സോ സ്മോൾ. അപ്പോൾ നമ്മുടെ ഓബ്ജക്റ്റിൽ നിന്ന് ഒരു ഇൻസിഡൻറ്റ് റേ വരുന്നു. ഇറ്റ് ടച്ചസ് ഹിയർ അറ്റ് ദ പോയിന്റ് എ വിത്ത് ഇൻസിഡൻറ്റ് ആംഗിൾ I. Then refracted. So with respect to the normal എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻട്രൽ കർവേച്ചറുമായിട്ട് ബേസ് ചെയ്തിട്ട് വരയ്ക്കുന്നതായിരിക്കും. So this is taken as R. നമ്മുടെ ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. നമ്മുടെ റിഫ്രാക്റ്റഡ് റേ പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്നതാണ് ബീറ്റ, ആൻഡ് ദ നോർമൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഗാമ. സോ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ആർ the angles made by the incident ray, refracted ray and the normal with respect to the principal axis.
നമ്മുടെ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി കൺസിഡർ ചെയ്ത് എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കൺസിഡർ ചെയ്യുമ്പോൾ ലുക്ക് ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദേ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് എ ഐ സി, അവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിളാണ് ഗാമ. സോ ഗാമ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ബീറ്റ. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, സോ അത് കൺസിഡർ ചെയ്യുമ്പോൾ ഐ ആണ് എക്സ്റ്റീരിയർ ആയിട്ട് വരുന്നത്, ആൽഫയും അതോടൊപ്പം ഗാമയും ഉള്ളിലാണ്. സോ വി ക്യാൻ കൺസിഡർ ദിസ് ഈസ് എസ് ദ സെക്കൻഡ് വൺ. അപ്പോൾ ആ രണ്ട് റിലേഷൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വി ക്യാൻ ഡ്രോ എ പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അത് എം ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അറ്റ് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ ആൽഫയുടെ വാല്യൂ ആണ്. ദാറ്റ് ഈസ് എ എം ഡിവിഷൻ ബൈ ഒ എം ഒ എന്ന് നമുക്ക് പറയാം. ദെൻ ടാൻ ബീറ്റ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ടാൻ ബീറ്റ കണ്ടുപിടിക്കുമ്പോൾ എ എം ഡിവിഷൻ ബൈ എം ഐ എന്ന് നമുക്ക് പറയാം. ടാൻ ഗാമ കണ്ടുപിടിക്കുമ്പോൾ എ എം ബൈ എം സി എന്ന് നമുക്ക് പറയാം. പക്ഷേ എല്ലാ ആംഗിളുകളും ചെറുതായതുകൊണ്ട് നമുക്ക് ആൽഫ ഈക്വൽ ടു ആ തരത്തിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന എം എന്ന് പറയുന്ന പോയിന്റ് എം ഈസ് സോ ക്ലോസ് ടു ദ പോയിന്റ് പി. സോ ഒ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ദാറ്റ് പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് അത് മാറുകയാണ്. സോ വി ഹാവ് ടു സേ ആസ് എം എ ബൈ പി ഒ and is equal to MA by PI and is equal to MA division by PC. ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സ്നെൽസ് ലോ ആണ്. അത് നമുക്ക് സിമ്പിളായിട്ട് അറിയാം. സൈൻ എ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് മ്യൂ 2 ബൈ മ്യൂ 1 ആണ്. ചെറിയ ആംഗിൾ ആയതുകൊണ്ട് ഐ ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ 2 ബൈ മ്യൂ 1 ആണ്. സോ മ്യൂ 1 ഐ ഈക്വൽ ടു മ്യൂ ആർ ആണ്. പക്ഷേ ഐക്ക് നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ഗാമയാണ്. അതോടൊപ്പം ഇതിലെന്ന് എഴുതുമ്പോൾ ആറിൻ്റെ ഇക്വേഷൻ ഗാമ മൈനസ് ബീറ്റ ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഐ ഇൻറ്റു ദാറ്റ് മ്യൂ 1 ഇൻറ്റു ഐക്ക് പകരമായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മ്യൂ 1 ഇൻറ്റു ഐക്ക് പകരമായിട്ട് ആൽഫ പ്ലസ് ഗാമയാണ്. ആൽഫ എന്ന് പറയുന്നത് എം എ ബൈ പി ഒ പ്ലസ് ഗാമയാണ്. ദാറ്റ് ഈസ് എം എ ബൈ പി സി. That should be equal to mu 2 into R ആണ്. R is what? Gamma. Gamma minus beta ആണ്. Gamma is what? MA by PC minus beta, that is MA by PI. ഇനി നമ്മൾ പ്രോപ്പർ സൈൻ കൺവെൻഷൻസ് നമ്മൾ കൊടുക്കുക. That is for the object distance, image distance and the radius of curvature. Then we get to the relation here. So here in our question that mu 1 is replaced with the N1 and mu 2 is replaced with the N2. So that's a very good relation, keep in mind. Number 39. Draw a ray diagram showing the image formation in a refracting telescope when the final image is formed at infinity. നമുക്കറിയാം, ഒരു അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഐ ലെൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് വളരെ കൂടുതലാണ്. സാധാരണ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ അറ്റ് ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ട് രണ്ട് പാരലൽ റേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ നമുക്കറിയാം, ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ അല്ലാത്ത രണ്ട് പാരലൽ റേസ് ആയതുകൊണ്ട് ദ മെർജ് അറ്റ് ദ ഫോക്കൽ പ്ലെയിനിലാണ് ഒരുമിച്ച് ചേർന്നത്. അതുകൊണ്ട് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റിയും ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസ് ഓഫ് ദ ഒബ്ജക്റ്റീവുമായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ടി വന്നു. ആ പൊസിഷനിലാണ് നമുക്ക് ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടായത്, സ്മോൾ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ്. ബട്ട് ദാറ്റ് ലൊക്കേഷൻ ഈസ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് നമ്മുടെ ഐ ലെൻസ്, നമ്മുടെ ഇത് നമുക്ക് ഫോക്കസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ ആ ഫോക്കസിനും നമ്മുടെ ഓപ്റ്റിക് സെൻറ്ററിനും ഇടയ്ക്കാണ് നമ്മുടെ ഇമേജ് വന്നതുകൊണ്ട് അത് സിമ്പിൾ മൈക്രോസ്കോപ്പായിട്ട് നമ്മുടെ ഐ പീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. സോ ദാറ്റ്സ് എ സിമ്പിൾ ഡയഗ്രാം. Write an equation for the length of the telescope in terms of focal length of the objective and eyepiece. ലെങ്ത് എന്ന് പറയുന്നത് സാധാരണ രൂപത്തിൽ നമുക്ക് ഈസിയോടെ അറിയാം. The separation between that objective and eye lens.
സാധാരണ രൂപത്തിൽ അത് VO പ്ലസ് UE ആണ്. Here VO is replaced with the focal length of the objective and UE, image at infinity ആയതുകൊണ്ട്, it is replaced with the FE. So that is the length of the telescope, the separation between the objective and the eye lens. Using Huygens wave theory, derive that Snell's law. So നമ്മുടെ ഹൈജൻസ് പ്രിൻസിപ്പിൾ പ്രകാരം വേവ് ഫ്രണ്ട് തിയറി കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിച്ചാൽ, ഇത് ഒരു മീഡിയത്തിൻ്റെ ഇൻ്റർഫേസ് ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ ഫസ്റ്റ് മീഡിയം ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് മീഡിയം. അപ്പോൾ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് കമ്മിങ്. നമുക്ക് AB ആണ് നമ്മളുടെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ B എന്ന് പറയുന്ന എൻഡ് ദിസ് പോയിന്റ് സിയിൽ എത്തിയ സമയം, ആ സമയം കൊണ്ട് ഇപ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഒരു റെയറർ മീഡിയം ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ട്രാവൽസ് ടു ദിസ് പ്ലേസ്. അപ്പോൾ നമ്മുടെ റിഫ്രാക്റ്റഡ് ആയിട്ടുള്ള വേവ് ഫ്രണ്ട് ആണ് ഈ വരച്ചിരിക്കുന്ന E എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ആൻഡ് ദിസ് ആംഗിൾ വി ക്യാൻ സേ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈ ആംഗിൾ B എന്ന് പറയുന്നത് നമുക്കറിയാം അത് പെർപെൻഡിക്കുലർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ആൻഡ് സി ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന I ആണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ആംഗിളാണ് നമ്മുടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് നമ്മൾ പറയും. സോ ഇത് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത്, ഇത് നമ്മുടെ റിഫ്രാക്റ്റഡ് ആയിട്ടുള്ള വേവ് ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിൽ ഒന്ന്, ഹിയർ ലെറ്റ് V1 and V2 represent the speed of light in the medium 1 and medium 2 respectively, and say T be the time taken by the wave front to travel the distance BC. Therefore, BC is equal to V1 into T. നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാം. അപ്പോൾ ബിയിൽ നിന്ന് C വരെ എടുത്ത സമയം T ആണെങ്കിൽ അവിടെയുള്ള വെലോസിറ്റി V1 ആണെങ്കിൽ BC എന്ന് പറയുന്നത് V1 into T എന്ന് നമുക്കറിയാം. അതേപോലെ രണ്ടാമത്തെ മീഡിയത്തിൽ മൂവ് ചെയ്യുന്ന വെലോസിറ്റി V2 ആണെങ്കിൽ E എന്ന് പറയുന്ന പോയിന്റ് വരെ ട്രാവൽ ചെയ്ത സമയം T ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം EA എന്ന് പറയുന്നത് V2 into T ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് സൈൻ I? അപ്പോൾ ഇത് I ആണ് ആംഗിൾ എങ്കിൽ ഇത് I ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് BC ഡിവിഷൻ ബൈ നമ്മളുടെ ഹൈപ്പട്ടന്യൂസ് ആയിട്ട് നമുക്ക് AC നമുക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ സൈൻ R നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂ ദാറ്റ് ഈസ് AE ഡിവിഷൻ ബൈ AC ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ AC ക്യാൻസലായിട്ട് പോയി BC ബൈ AE ആയിട്ട് വന്നു. But we know that BC is what V1 into T by V2 into T ആയിട്ട് നമുക്ക് എടുക്കാം. T cancel. So we get as a sin I by sin R എന്ന് പറയുന്നത് V1 by V2. ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് C ഡിവിഷൻ ബൈ V1 ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മീഡിയത്തിന് N2 എന്ന് പറയുന്നത് we can say C by V2. So we can substitute it for V1 as a C division by N1 and that is a C division by N2. So we can say as equal to N2 by N1. So sin of I by sin of R. അപ്പോൾ sin of I by sin R എന്ന് പറയുന്നത് N21 ആയിട്ട് നമുക്ക് പറയാം. So that is our Snell's law. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. Number 41. In which figure the diode is forward biased?
സോ ഹിയർ നമുക്കറിയാം ഫോർവേഡ് ബയസ്ഡ് ആണെങ്കിൽ ദ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഇൻ കണക്ഷൻ വിത്ത് ദ positive polarity of the so p type is this one and this is n, this is n and this is p. So p type is connected to the positive here, so the figure 1 is forward biased. Draw the circuit diagram of a full wave rectifier and explain its working. അപ്പോൾ നമ്മുടെ ആദ്യം അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഈസ് ദിസ് വൺ. സോ എ ട്രാൻസ്ഫോമർ, ദർ ഈസ് ടു ഡയോഡ്സ് ആർ ദെയർ, D1 and D2. So the output is taken from this resistance there. And this is the peculiarity of the one, the center tap transformer, that is a speciality. എന്ന് പറയുമ്പോൾ സെൻറ്റർ ടാപ്പ് ആ ഒരു ടാപ്പിങ്ങിലൂടെ the secondary is divided into two equal sections. The speciality is this one. Because of that terminal, എയുടെയും ബിയുടെയും വേവ് ഫോം നമ്മൾ പരിശോധിക്കുമ്പോൾ അവ തമ്മിൽ there is an out of phase, പൈ ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, സോ അറ്റ് ഫസ്റ്റ് വി ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ഇൻപുട്ട് വേവ് ഫോം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഔട്ട്പുട്ടിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേ പോയിന്റിൽ തന്നെ നിങ്ങൾ ഓർക്കണം, ബി എന്ന് പറയുന്ന പോയിന്റിൽ സെൻറ്റർ ട്രാപ്പിൻ്റെ പ്രസൻസ് കാരണം ഔട്ട് ഓഫ് ഫേസ് ആണ്. അപ്പോൾ അവ തമ്മിലുള്ള വേവ് ഫോംസ് തമ്മിൽ പൈ ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്ന് ഓർമ്മയിരിക്കട്ടെ. ഇനി നമ്മൾ ഈ ഡയോഡിലേക്ക് പോസിറ്റീവ് പീക്ക് വരുന്ന സമയമാകുമ്പോൾ, പോസിറ്റീവ് പീക്ക് വരുമ്പോൾ, ഇൻപുട്ടിൽ എ വരുമ്പോൾ, ഈ ഒരു വേവ് ആദ്യം വരുന്ന സമയത്ത് എ എന്ന് പറയുന്നത് ഫോർവേഡ്, അപ്പോൾ ഡയോഡ് D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആവുകയും അതേ സമയത്ത് നെഗറ്റീവ് പീക്കാണ് നമ്മളുടെ ബിയിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കാരണം ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയി മാറുകയും D1 will conduct and we get the output due to D1. ബട്ട് ഇവിടെ നെഗറ്റീവ് പീക്ക് വരുന്ന സമയത്ത് D1 will reverse biased and D2 will forward biased and we get the output due to D2. അതുകൊണ്ട് ഒരു സൈക്കിളിൽ രണ്ട് പീക്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ പ്രത്യേകത. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 42. The electric flux and electric charge are scalar quantities. State whether this statement is true or false. True ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സും ഇലക്ട്രിക് ചാർജും സ്കേലാർ ക്വാണ്ടിറ്റികളാണ്. സോ ദാറ്റ് ഈസ് ദ ട്രൂ. സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഗോസസ് ലോ പറയുന്നത് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഫ്രം എ ക്ലോസ്ഡ് സർഫേസ് ഈസ്, ഫ്രം എ Gaussian surface is 1 pi epsilon 0 times the charge enclosed. That means integral E dot ds equal to q by epsilon 0. ഇതാണ് നമ്മുടെ ഗോസസ് തിയറം എന്ന് പറയാം. യൂസിങ് ഗോസസ് ലോ, derive an expression for the intensity of electric field at a point due to an infinitely long straight uniformly charged wire. സോ ആദ്യം നമുക്കൊരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ലാംഡ ചാർജ് ലീനിയർ ഡെൻസിറ്റിയുള്ള Q ഡിവിഷൻ ബൈ L ലെങ്തുള്ള ഒരു വയർ നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിമെട്രിക്കലായിട്ടുള്ള ഗേഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിലെ ടോട്ടലായിട്ടുള്ള ഫ്ലക്സ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി 3 റഫറൻസ് ഏരിയാസ് നമ്മൾ എടുത്തു. സേ A, B on the flat surfaces and C on the curved surface. Then we just think about the contribution from electric field. നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജിൽ നിന്ന് നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് ചാർജിൽ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് പോകും എന്ന് നമുക്കറിയാം. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ 3 കോൺട്രിബ്യൂഷൻസ് A, B ആൻഡ് C. ലുക്ക് ദ ഏരിയ, മേക്ക് ഡയറക്ഷൻ. നമുക്കറിയാം ഏരിയ ഒരു വെക്ടറാണ്. ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ ആൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. അതും നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളുകൾ നമുക്ക് പരിശോധിക്കാം. അങ്ങനെ വരുമ്പോൾ എയിലും ബിയിലും ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ 90 ഡിഗ്രിയും അതോടൊപ്പം സിയിലാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 0യുമാണ്. cos 0 1 ആയതുകൊണ്ട് നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് E ഇൻറ്റു ഇൻറ്റഗ്രൽ ds.
ഡി എസ് എന്ന് പറയുന്നത് കർവ്ഡ് ഏരിയയുടെ ഏരിയ ആണ്. സോ ദാറ്റ് ഈസ് വി ലേബിൾഡ് ആസ് 2πRL, ദാറ്റ് ഈസ് ഈക്വൽ ടു Q by epsilon 0. ബട്ട് Q ഈസ് വാട്ട്? ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ലാംഡ എൽ. അവിടെ നിന്ന് എല്ലും എല്ലും ക്യാൻസലായി. സോ വി കെൻ E ഈസ് ഈക്വൽ ടു 1/4π/epsilon 0 2 ലാംഡ ബൈ ആർ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ 43, ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. സോ നമ്മൾ ഒരു സാധാരണ ഒരു പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട എലിമെൻ്റ് ആണ് AB എന്ന് പറയുന്ന സാധാരണ രൂപത്തിൽ 1000 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വയറായിരിക്കും. അതിൻ്റെ പ്രൈമറി സർക്യൂട്ടാണ് ഈ സെല്ല്, അമീറ്റർ, റിയോസ്റ്റാറ്റ്, ഒരു കീ അടങ്ങുന്ന പ്രൈമറി സർക്യൂട്ട്. സെക്കൻഡറി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ദിസ് വൺ. സംടൈംസ് ഒരു സെല്ല് കണക്ട് ചെയ്തു, അതിൻ്റെ കൂട്ടത്തിലെ ഒരു ഗാൽവനോമീറ്റർ ജാക്കി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവിടെ ബാലൻസ് ലെങ്ത് എല്ലുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എനി ലെങ്ത് ഓഫ് ദ വയർ of uniform cross section and uniform composition is proportional to its length. That is a very important one. അതേ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് കമ്പാരിസൺ ഓഫ് EMF നമ്മൾ വരയ്ക്കുക. അപ്പോൾ അവിടെ ഒരു 2-way കീ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ രണ്ട് കമ്പാരിസൺ ഉപയോഗിക്കേണ്ട സെല്ലുകൾ നമുക്ക് കണക്ട് ചെയ്യാം. ആദ്യം നമുക്ക് E1 സർക്യൂട്ടിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോഴത്തെ ബാലൻസ് ലെങ്ത് L1 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് E1 എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഇൻ ടു റോ L1 ബൈ എ എന്ന് നമുക്ക് I/R എന്നുള്ള ഫോർമുലയാണ് അവിടെ ഉപയോഗിച്ചത്. അതോടൊപ്പം E2 നമുക്ക് കണ്ടുപിടിക്കാം. സോ E1 by E2 is equal to L1 by L2. So that is the comparison of EMF. Number 44, working principle of a transformer is. So that is nothing but the mutual induction. Write any one difference between step up transformer and step down transformer. നമ്മൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ടേമാണ് K, that is called transformation ratio. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ബൈ പ്രൈമറി എന്നുള്ളതാണ്. കീപ്പ് ഇൻ മൈൻഡ്, ഫോർ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി. പക്ഷേ സ്റ്റെപ്പ് ഡൗൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കെയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ദാറ്റ് ഈസ് അനദർ 1. അതോടൊപ്പം തന്നെ നമുക്ക് ഓർമ്മയിരിക്കട്ടെ, ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ ദ പ്രൈമറി, ആൻഡ് ഹിയർ ദ വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും കമ്പയർഡ് ടു ദ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി. ഇനി another question. A power transmission line feeds input power at so that potential in the primary is given as a 3300 volt to a step down transformer with its primary windings have, so the number of turns in the primary as 6000 turns. What should be the number of turns in the secondary in order to get the output power at 220 volt? So voltage in the secondary is given as 220 volt. നമുക്കറിയാം, സാധാരണ രൂപത്തിൽ നമ്മുടെ ഒരു ട്രാൻസ്ഫോമറിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത് VS by VP എന്ന് പറയുന്നത് NS by NPക്ക് തുല്യമായിരിക്കും. Therefore NS taken as is equal to VS division by VI into NP, that is equal to നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ 220 ബൈ ദാറ്റ് 3300 ഇൻറ്റു ദാറ്റ് 6000. സോ ഇത് നമുക്ക് ക്യാൻസലാകാം. നമുക്ക് ക്യാൻസലായി കഴിയുമ്പോൾ ബൈ ജസ്റ്റ് 11 ഇവിടെ നമുക്ക് കഴിയാം. സോ 2/3 എന്ന് നമുക്ക് കിട്ടുന്നു. സോ വി ഗെറ്റ് യെസ് 400 ടേൺസ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ വി ക്യാൻ മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 45, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദ ഇയർ. ദ ഡ്രോ എ ഡയഗ്രാം ഷോയിങ് എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ ട്രയാങ്കുലർ ഗ്ലാസ് പ്രിസം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ. സോ നമ്മുടെ ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. റേ ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് അറ്റ് ആൻ ആംഗിൾ I. ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദ ഫസ്റ്റ് ഇൻ്റർഫേസ് is R1, angle of incidence in the second interface as R2,
ആൻഡ് ആംഗിൾ ഓഫ് എമർജൻസ് ആസ് ഇ. ഇവിടെ രണ്ട് റിഫ്രാക്ഷനും കൊണ്ട് ഇൻസിഡൻറ്റ് റേയും ഫൈനൽ റേയും തമ്മിലുള്ള ആംഗിളാണ് ഡീവിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ ആ ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. സോ ദാറ്റ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ദ സം ഓഫ് ദ ഡീവിയേഷൻ അറ്റ് ദ ഫസ്റ്റ് ഇൻ്റർഫേസ് ആൻഡ് ദ സെക്കൻഡ് ഇൻ്റർഫേസ്. അപ്പോൾ ഡീവിയേഷൻ ദ ഫസ്റ്റ് ഇൻ്റർഫേസ് നമുക്ക് I-R1 എന്നറിയാം. അതോടൊപ്പം ഡീവിയേഷൻ ദ സെക്കൻഡ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് E-R2 ആണ്. സോ അതോടൊപ്പം തന്നെ രണ്ട് ഒരു ക്വാഡ്രിലാറ്ററൽ ദാറ്റ് ഈസ് APOQ, അവിടെ പിയും ക്യൂവും 90 ഡിഗ്രി ആണെന്ന് ഓർക്കുക. അതും നമ്മുടെ ഒരു ചെറിയ ട്രയാങ്കിളായ POQവും കൂടെ നമ്മൾ ഒരുമിച്ച് ചേർത്തപ്പോൾ വി ഗെറ്റ് ദ വെരി ഇമ്പോർട്ടൻ്റ് റിലേഷൻ ആസ് R1 + R2 = A. ദാറ്റ് ഈസ് ദ ഡീവിയേഷൻ്റെ ഇക്വേഷൻ. അതിന് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ നമുക്ക് ഉപയോഗിക്കാം. മിനിമം ഡീവിയേഷൻ പൊസിഷൻ വരുമ്പോൾ നമുക്കറിയാം ദാറ്റ് റേ പാസസ് സിമെട്രിക്കലി. അതോടൊപ്പം I എന്ന് പറയുന്നത് E ആയിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഇതാണ്. അതിലൊന്ന് I+E എന്ന് പറയുന്നത് 2I ആയി മാറി. സോ ഈക്വൽ ടു A + ഡെൽറ്റ മിനിമ. സോ I = A + ഡെൽറ്റ മിനിമ ബൈ 2. അതോടൊപ്പം തന്നെ നമുക്കറിയാം R1ഉം R2ഉം ഈക്വൽ ആണ് അണ്ടർ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ. സോ A = 2R. സോ അവിടെ നമുക്ക് R = A/2 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർഫേസിലേക്ക് നമ്മുടെ സ്നെൽസ് ലോ അപ്ലൈ ചെയ്താൽ we get as a sin I by sin R1. So equal to sin of, we get the equation for I is equal to A + delta minima by 2 by sin A/2. So that is the present formula. So dear students, so തിയറി പാർട്ട് വളരെ മനോഹരമായിട്ട് പഠിക്കുവാൻ ശ്രദ്ധിക്കൂ. അങ്ങനെയാണെങ്കിൽ ഫുൾ A+ കിട്ടുന്നതിനൊരു തടസ്സവും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഇക്വേഷൻസും ഡെറിവേഷൻസും എഴുതി പഠിക്കുവാൻ ശ്രദ്ധിക്കുക. Take care. God bless you.